നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ആനസംഗമത്തിനും ആനയൂട്ടിനും കാതോർത്തിരിക്കുകയാണ് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രമുറ്റം. കർക്കിടകം 1 തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ആനയൂട്ടിൽ 50-ൽ ഏറെ ആനകളെത്തും. വെള്ളിയാഴ്ച 9-നാണ് ആനയൂട്ട് ആരംഭിക്കുന്നത്. ആനയൂട്ടിന് മുന്നോടിയായി പുലർച്ചെ മഹാഗണപതി ഹോമവും നടക്കും. 10,008 നാളികേരം, 2000 കിലോ അവിൽ, 2000 കിലോ ശർക്കര, 350 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ എന്നിവ ഉപയോഗിക്കും. കരിമ്പ്, നാരങ്ങ മുന്തിരി, കൽക്കണ്ടം, ചുക്ക്, പൊടി, ജീരകപ്പൊടി എന്നിവയും ഉപയോഗിക്കും. പുലർച്ചെ 5-നാണ് മഹാഗണപതി ഹോമം നടക്കുന്നത്. കഴിഞ്ഞ തവണ 63 ആനകളാണ് ഊട്ടിനെത്തിയിരുന്നത്. എന്നാൽ ഇക്കുറി അത്രയും ആനകളില്ല. ഇത്രയും ആനകൾ ഒരുമിക്കുന്ന ഒരു ആനസംഗമം കേരളത്തിൽ വേറെ എവിടെയും നടന്നിട്ടില്ല. തൃശ്ശൂർ പൂരത്തിനാണ് ഇതിലും വലിയ ആനസംഗമം. പക്ഷേ 100ഓളം ആനകൾ എത്തുന്നുണ്ടെങ്കിലും ഇവ ഒരു സ്ഥലത്ത് സംഗമിക്കുന്നില്ല. എന്നാൽ നാളെ ആനകൾ വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്ത് തന്നെ സംഗമിക്കും. പാറമേക്കാവ് കാശിനാഥൻ, എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, ഊക്കൻസ് കുഞ്ചു, പുതുപ്പള്ളി സാധു, കുട്ടംകുളങ്ങര അർജുനൻ, ബാസ്റ്റിൻ വിനയസുന്ദർ തുടങ്ങി ആനപ്രേമികൾക്ക് പ്രിയങ്കരമായ ആനകൾ ഊട്ടിനെത്തുന്നുണ്ട്. ഒപ്പം ഗുരുവായൂർ ദേവസ്വത്തു നിന്നുള്ള ആനകളും എത്തുന്നുണ്ട്. തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി ഉൾപ്പെടെ 7ഓളം പിടിയാനകളും ഊട്ടിനെത്തും. ആപ്പിൾ, മുന്തിരി, കരിമ്പ്, പഴം, തണ്ണിമത്തൻ, കൽക്കരിക്ക തുടങ്ങി വിഭവസമൃദ്ധമാണ് ആനകൾക്കുള്ള ഭക്ഷണം. പഴങ്ങൾ ഓരോന്നും 500 കിലോയോളം എത്തിക്കും. 500 കിലോ അരിയുടെ ചോറും നൽകും. ഓരോ ആനയ്ക്കും 10 ഉരുള വീതമാണ് നൽകുക. അഷ്ടചൂർണവും പ്രത്യേക മരുന്നുകളും ചേർത്താണ് ഇവ നൽകുന്നത്. കൂടാതെ 10 പട്ടയും നൽകും. എല്ലാ ആനകൾക്കുമായി 2000 കിലോ പുല്ലും എത്തിച്ചിട്ടുണ്ട്. ആനകൾ മാത്രമല്ല, കാണാൻ ആനപ്രേമികൾ കൂടി എത്തും. ഇതോടെ ജനങ്ങളെയും ആനകളെയും കൊണ്ട് ക്ഷേത്രമുറ്റം നിറയും. ആനകൾ അടയാഭരണങ്ങൾ ഒന്നുമില്ലാതെയാണ് ഊട്ടിനെത്തുന്നത്. വാദ്യങ്ങളും മറ്റും അകമ്പടി സേവിക്കുകയുമില്ല. ആനയെ അടുത്തുനിന്ന് കാണാനും ആ വന്യ സൗന്ദര്യം ആസ്വദിക്കാനും ആനയൂട്ട് കണ്ട് മനം നിറയാനുമാണ് ഈ ആനസംഗമം വഴിയൊരുക്കുന്നത്. കടുത്ത ആനപ്രേമിയാണെങ്കിൽ ആനയ്ക്ക് ഭക്ഷണം നൽകാനും അവസരം ലഭിക്കും. ആനയൂട്ടിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ആനകളെയും ആളുകളെയും വേർതിരിക്കുന്ന ബാരിക്കേഡുകളുടെ ജോലി പൂർത്തിയായിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 1/4 ലക്ഷത്തോളം പേർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ നടപടികൾ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്.